ഇനി നമുക്ക് വയനാട്ടിലെ ചിത്രം പരിശോധിക്കാം. കമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. കമൽ, മലപ്പുറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UDFന്റെ അടുത്ത കോട്ട എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് വയനാടിനെ കുറിച്ച് തന്നെയാണ്. ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്കിൽ മാത്രമാണ് സമാസമമുള്ളത്. നഗരസഭകളൊക്കെ UDFന് അപ്രമാദിത്വമുള്ള മേഖലകളാണ്. രാവിലത്തെ കാലാവസ്ഥ എങ്ങനെയാണ് വോട്ടിംഗ് കാലാവസ്ഥ? മാധു, വളരെ മന്ദഗതിയിലാണ് വയനാട്ടിൽ മിക്ക സ്ഥലങ്ങളിലും വോട്ടിംഗ് നടക്കുന്നത്. കാരണം കടുത്ത തണുപ്പായിരുന്നു, കൊടും തണുപ്പായിരുന്നു. പ്രത്യേകിച്ച് രാവിലെ ചൂരൽമല, മുണ്ടക്കൈയിലൊക്കെ ഏതാണ്ട് ഊട്ടിക്കൊക്കെ സമാനമായ കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബൂത്തുകളൊക്കെ ഉണരാൻ സമയമെടുത്തു. ഞാനിപ്പോഴുള്ളത് കൽപ്പറ്റ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിംഗ് കേന്ദ്രത്തിലാണ്. 3 ബൂത്തുകളുള്ള കൽപ്പറ്റ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലാണ്. അവിടെ അത്യാവശ്യം ആളുകൾ വോട്ട് ചെയ്യാൻ എത്തി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും നീണ്ട ക്യൂവോ അത്തരത്തിലുള്ള തിരക്കൊന്നും എവിടെയും കാണാനില്ല. ആളുകൾ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. കുറേ വോട്ടർമാരുള്ള ഒരു ബൂത്ത് കൂടിയാണ്. വോട്ട് ചെയ്തോ? തിരക്കുണ്ടായിരുന്നോ? തിരക്കുണ്ടായിരുന്നു. ഒരുപാട് നേരം കാത്തിക്കണ്ടോ? ഇല്ല, ഒരു 10-30 മിനിറ്റ്. ശരി, അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പെണ്ണുങ്ങൾ ജാസ്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും വോട്ട് ചെയ്തു. രാവിലെ തണുപ്പായാലും നേരത്തെ വന്നു. ചെയ്തോ? ചെയ്തു. ശരി. കൽപ്പറ്റ നഗരസഭയിലെ ബൂത്താണ്, വോട്ടിംഗ് സ്റ്റേഷനാണ്. 3 ബൂത്തുകളാണ് ഇവിടെയുള്ളത്. മാധു പറഞ്ഞതുപോലെ തന്നെ നഗരസഭയിലൊക്കെ UDFന് മേധാവിത്വം ഉള്ളൊരു ജില്ലയാണ്. സുൽത്താൻ ബത്തേരി നഗരസഭ മാത്രമാണ് നിലവിൽ LDFനുള്ളത്. കൽപ്പറ്റ, മാനന്തവാടി നഗരസഭകളിൽ UDF ആണ്. അതുപോലെ ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ കടുത്ത പോരാട്ടമാണ് വയനാട്ടിൽ നടന്നത്. 16 ഡിവിഷനുകളിൽ 8 വീതം LDFും UDFും ജയിച്ചപ്പോൾ നറുക്കെടുപ്പിലൂടെയാണ് സംഷാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണ അതുകൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്ത് പിടിക്കാൻ 2 മുന്നണികളും വലിയ രീതിയിലുള്ള പ്രചാരണമാണ് നടത്തിയത്. ഏത് രീതിയിലാണ് ഫലം വരിക എന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്. ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ കഴിഞ്ഞ തവണ UDFന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. 23-ൽ 17 പഞ്ചായത്തുകൾ UDF ആണ് ഭരിക്കുന്നത്. ഇത്തവണ ഈ ചൂരൽമല, മുണ്ടക്കൈ പുനരധിവാസം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ ചർച്ചയായ ജില്ലയാണ്. ഈ ബൂത്ത് ആളുകൾ ക്യൂ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് തിരക്കായിട്ടുണ്ട് ഈ സമയം. നൽകിയത് കമലിന് ചെറിയ ജലദോഷമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കമൽ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ വയനാട്ടിൽ നല്ല തണുപ്പായിരുന്നു. 1-ാം ഘട്ടത്തിൽ ഇടുക്കിയിലും രാവിലെ കടുത്ത തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്ന് വെയിലൊക്കെ തെളിഞ്ഞു വന്നതിന് ശേഷമാണ് പോളിംഗ് നിരക്ക് ഉയർന്നു തുടങ്ങിയത്. പക്ഷേ വയനാട് മോശമില്ല. 22% ആയിട്ടുണ്ട് ആദ്യത്തെ മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം.